അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പ്ലസ് വണ്ണിൻ്റെ ഓപ്ഷൻ അറബിക്കിൻ്റെ അടുത്ത ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. അൽ മാ ഉ അസാസുൽ ഹയാത്തി എന്നാണ് ഹെഡിങ്ങിൻ്റെ പേര്. അൽ മാ ഉ, മാ എന്ന് പറഞ്ഞാൽ അറിയാം, വെള്ളം, ജലം. അസാസു അടിസ്ഥാനമാണ്, അൽ ഹയാത്തി ജീവിതത്തിൻ്റെ. അപ്പോൾ ജലം ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്ക്, അൽ മാ ഉ വെള്ളം, മിൻ അഹമ്മി ലറൂറിയാത്തിൽ ഹയാത്തി, മിൻ പെട്ടതാണ്, അഹമ്മി മുഖ്യമായ കാര്യത്തിൽപ്പെട്ടതാണ്, ലറൂറിയാത്തി അത്യാവശ്യമായ, അൽ ഹയാത്തി ജീവിതത്തിൻ്റെ. അപ്പോൾ ജീവിതത്തിൻ്റെ അത്യാവശ്യമായ മുഖ്യ ഘടകത്തിൽപ്പെട്ടതാണ് വെള്ളം. യഅ്തമിദു അലൈഹി, യഅ്തമിദു അവലംബിക്കുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു, അലൈഹി അതിൻ്റെ മേൽ. ഇപ്പോൾ വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അൽ ഇൻസാനു മനുഷ്യൻ, ഫി ഹയാത്തിഹി അവൻ്റെ ജീവിതത്തിൽ. വ ആദമു തവഫുറിൽ മാ ഇ, വ ആദമു ഇല്ലായിരുന്നുവെങ്കിൽ, തവഫുറിൽ മാ ഇ വെള്ളം ലഭ്യത ഇല്ല എങ്കിൽ. ആദമു എന്ന് പറഞ്ഞാൽ അർത്ഥം ഇല്ല, തവഫുർ എന്ന് പറഞ്ഞാൽ ലഭ്യത. തവഫുറിൻ്റെ അർത്ഥം അവൈലബിൾ. അപ്പോൾ ലഭ്യത ഇല്ല എന്നുണ്ടായാൽ, അൽ മാ ഇ വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ലാതായാൽ, യുഅദ്ദീഹി അത് നയിക്കുന്നു, ഇലൽ ഹലാക്കി അപകടത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ വെള്ള ലഭ്യത ഇല്ലാതായാൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. തവല്ലദത്ത് അൽ ഹലാറാത്തു വ സഖാഫാത്തു, തവല്ലദത്ത് ജന്മം കൊണ്ടത്, അൽ ഹലാറാത്തു നാഗരികതയും, വ സഖാഫാത്തു സംസ്കാരവും. അപ്പോൾ സംസ്കാരവും നാഗരികതയുമെല്ലാം തവല്ലദത്ത് അത് രൂപം കൊണ്ടത് അല്ലെങ്കിൽ ജനിച്ചത്, ബി ലിഫാഫിൽ അൻഹാരി പുഴകളുടെ ഓരത്തിലും, വൽ മിയാഹി ജലാശയങ്ങളുടെ ഓരത്തുമാണ്. ലിഫാഫ് എന്ന് പറഞ്ഞാൽ ഓരം അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗം. അപ്പോൾ സംസ്കാരങ്ങളും അതേപോലെ പിന്നെ നാഗരികതയുമെല്ലാം പുലർന്നു വന്നത് ഏതെങ്കിലും പുഴവക്കിലോ അല്ലെങ്കിൽ ജലാശയത്തിൻ്റെ ഓരത്തു ആണ്. അപ്പോൾ ഹാരപ്പൻ സംസ്കാരമായാലും മറ്റിതര സംസ്കാരങ്ങളായാലും എല്ലാം ഒരു നദിയുമായി ചേർന്നിട്ടാണ് വന്നിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഹാജത്തുൽ ജിസ്മി ശരീരത്തിൻ്റെ ആവശ്യമാണ്, ഇലൽ മാ ഇ വെള്ളത്തിലേക്കുള്ള ശരീരത്തിൻ്റെ ആവശ്യം, കഹാജാത്തിഹി മനുഷ്യൻ്റെ ആവശ്യം പോലെ തന്നെയാണ്, ഇലൽ ഹവാ ഇ അവനക്ക് വായു കിട്ടുന്നത് പോലെയുള്ള ആവശ്യം തന്നെയാണ് മനുഷ്യൻ്റെ ആവശ്യത്തിൽപ്പെട്ടതാണ് മാ വെള്ളവും. വൽ ഗിദാ ഇ ഭക്ഷണത്തിൻ്റേത് പോലെയും. അപ്പോൾ ഭക്ഷണവും വായുവും കിട്ടുന്നത് പോലെ തന്നെ അവനക്ക് വെള്ളവും അത്യാവശ്യ ഘടകമാണ്. ഫൽ മുഹാഫലത്തു, ഫൽ അപ്പോൾ, അൽ മുഹാഫലത്തു സംരക്ഷിക്കുക എന്നത്, അലൽ മാ ഇ വെള്ളത്തെ സംരക്ഷിക്കുക എന്നത്, മിൻ വാജിബാത്തിന വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്, വാജിബാത്തിന നമുക്ക് നിർബന്ധമാണ്, ലി അന്നന കാരണം നാം, ഇതാ അസറഫ്ന നാം അതിനെ ദുർവിനിയോഗം ചെയ്താൽ, അസറഫ എന്ന് പറഞ്ഞാൽ ദുർവിനിയോഗം ചെയ്യുക അല്ലെങ്കിൽ അമിതമായി ഉപയോഗിക്കുക, ഫി ഇസ്തിഖ്ദാമിൽ മാ ഇ വെള്ളത്തെ ഇസ്തിഖ്ദാം എന്നാൽ ഉപയോഗിക്കുക. അപ്പോൾ വെള്ളത്തെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നാം അമിതമായി ദുർവിനിയോഗം ചെയ്താൽ, സയത്തി യൗമുൻ ശേഷം വരുന്ന ദിവസങ്ങൾ, ലാ നജിദു നമുക്ക് ലഭിക്കുകയില്ല, ഫീഹി ആ ദിവസങ്ങളിൽ, അൽ മാ വെള്ളത്തെ ലഭിക്കുകയില്ല. പസയത്തി വരുന്ന, യൗമുൻ ദിവസങ്ങൾ, അപ്പോൾ ഭാവിയിൽ നമുക്ക് വെള്ളം ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത്. വൽ മുഹാഫലത്തു അലൽ മാ ഇ, വൽ മുഹാഫലത്തു സംരക്ഷിക്കുക, അലൽ മാ ഇ വെള്ളത്തെ സംരക്ഷിക്കുക എന്നത്, വാജിബുൻ നിർബന്ധമാണ്, ദീനിയുൻ ദീനി മതപരമായിട്ടും നിർബന്ധമാണ്, അലൻ അതേപോലെ. അപ്പോൾ മതപരമായിട്ടും ഭൗതികപരമായിട്ടും നമുക്ക് നിർബന്ധമായ കാര്യമാണ് വെള്ളത്തെ സംരക്ഷിക്കുക എന്നത്. വഖദ് നഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിരിക്കുന്നു, അൻ ഇസ്രാഫിൽ മാ ഇ വെള്ളത്തെ ദുർവിനിയോഗം ചെയ്യുക എന്നതിൽ, ഹത്താ ഫിൽ വുളൂഇ വുളൂഇൽ പോലും, ഹത്ത എന്ന് പറഞ്ഞാൽ പോലും, ഫിൽ വുളൂഇ വുളൂഇൽ പോലും വെള്ളം അമിതമായി ഉപയോഗിക്കുന്നതിനെ നബി തടഞ്ഞിട്ടുണ്ട്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ ബി സഅദിൻ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹു കൂടെ നടന്നു പോവുകയായിരുന്നു. വഹുവ യതവല്ലഉ അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ എടുക്കുന്ന സമയത്ത്, ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ ഹാദ സർഫു യാ സഅദു സഅദ് എന്തിനാണ് ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യുന്നത്, മാ എന്താണ്, ഹാദ സർഫു ഈ ദുർവിനിയോഗം, യാ സഅദു സഅദ് എന്തിനാണ് ഈ ദുർവിനിയോഗം ചെയ്യുന്നത്.
കാല അപ്പോൾ സദറുദ്ദാഹൻ പറഞ്ഞു അഫിൽ വുളൂഇ സറഫുൻ അഫിൽ വുളൂഇലും ഉണ്ടോ സറഫുൻ അമിതമായ വുളു എടുത്താൽ അമിതമായ വെള്ളം ഉപയോഗിച്ചതിലും പ്രശ്നം ഉണ്ടോ? കാല നബി പറഞ്ഞു നഅം അതെ. ഇൻ കുൻത അല നെഹ്റിൻ നീ ഒരു പുഴയിൽ നിന്നാണ് വെള്ളം എടുത്ത് വുളു എടുക്കുന്നതെങ്കിൽ പോലും ജാരിൻ ഒഴുകുന്ന പുഴയിൽ നിന്നാണ് നീ വുളു ചെയ്യുന്നതെങ്കിൽ പോലും നീ അമിതമായി ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ജലത്തെ അങ്ങനെ വേസ്റ്റാക്കി കളയാൻ പാടില്ല എന്നാണ് ഇതിലെ പാഠം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.